സ്വാഗതം ചെയ്യാണ്. നമ്മൾ പദ്ധതികൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു. അതിൽ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നമ്മൾ ആദ്യം പറയുന്നത് ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായിട്ട് പ്രചോദനം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ എന്താണ് ഈ പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുമായി ബന്ധപ്പെട്ടതാണ് പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി സർക്കാർ അംഗീകൃത കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പ്രചോദനം പദ്ധതി. അപ്പൊ എന്താണ് പ്രചോദനം പദ്ധതി എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അവിടെ നൽകി കഴിഞ്ഞു. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് സർക്കാർ അംഗീകൃത കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം കൊടുക്കുക, നൈപുണ്യ വികസനം നൽകുക, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരും സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രചോദനം എന്ന് പറയുന്ന പദ്ധതി. അംഗീകൃത എൻജിഒകൾ, LSGD എന്നിവയ്ക്ക് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുന്നതിലൂടെ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കായിട്ട് നൈപുണ്യ വികസന തൊഴിൽ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതിയിലൂടെ സർക്കാർ അംഗീകൃതമായിട്ടുള്ള എൻജിഒകൾ, അതേപോലെ തന്നെ LSGD ആ ഒരു ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു മുന്നോട്ടുള്ള പോക്കിനായിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുപിടിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ പാരഗ്രാഫ്, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് സർക്കാർ അംഗീകൃത കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പ്രചോദനം പദ്ധതി. അംഗീകൃത എൻജിഒകൾ, LSGD എന്നിവയ്ക്ക് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുന്നതിലൂടെ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കായി നൈപുണ്യ വികസന തൊഴിൽ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, NSGO LSDI സഹകരണത്തോടെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പ്രോഗ്രാമായിട്ട് പദ്ധതി നടപ്പാക്കുന്നതിനും ലക്ഷ്യം വെക്കുന്നു. പ്രൊജക്ടിന്റെ 70% സർക്കാർ ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ട് നൽകുന്നു. ബാക്കി 30% NGO വഹിക്കുന്നു. താല്പര്യമുള്ള അംഗീകൃത NGOകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. DSDOയുടെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ഷൻ ടീം സ്ഥാപനം പരിശോധിച്ച് ശുപാർശ ചെയ്യുന്ന പക്ഷം സംസ്ഥാന ടെക്നിക്കൽ കമ്മിറ്റി വിലയിരുത്തുകയും ഗ്രാൻഡായിട്ട് സർക്കാർ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, NSDO LSDI സഹകരണത്തോടെ ഗ്രാൻഡ് ഇൻ എയ്ഡ് പ്രോഗ്രാമായിട്ട് പദ്ധതി നടപ്പാക്കുന്നതിനും സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ നടപ്പാക്കുന്ന സമയത്ത് സർക്കാർ എത്രയാണ്, 70% ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ട് നൽകും തുക. ബാക്കി 30% ആര് എടുക്കണം, NGO ആയിരിക്കും വഹിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് ഇവിടെ പറയുന്നത്, സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ജില്ലയിൽ നിന്നും അർഹരായ ഒരു അപേക്ഷയെങ്കിലും ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ അപേക്ഷകൾ ലഭ്യമായിട്ടുള്ള ജില്ലകളിൽ നിന്നും അർഹതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചിട്ടുള്ള ഒന്നിലധികം സ്ഥാപനങ്ങളെ ആകെ യൂണിറ്റുകളുടെ എണ്ണം 14 അധികരിക്കാത്ത ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പരിഗണിക്കാവുന്നതാണ്. ഈ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായം വകുപ്പിൽ നിന്ന് നൽകുന്നു എന്നും കൂടിയാണ് തുടർന്ന് ഇവിടെ പറയുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുമായി ബന്ധപ്പെട്ട പ്രചോദനം എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഈ പറയുന്ന ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത പദ്ധതി സഹജീവനം സ്നേഹഗ്രാമം എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയാണ്. സഹജീവനം സ്നേഹഗ്രാമം എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. സഹജീവനം സ്നേഹഗ്രാമം എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം യഥാർത്ഥമാകുന്നു. 4 ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തന സജ്ജമായി. കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്ക്, ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പഠിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പഠിക്കുന്നത്. പദ്ധതിയുടെ പേര് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര്. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ആദ്യ ഘട്ടം എവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്? നമ്മുടെ ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തന സജ്ജമായി എന്നാണ് പറയുന്നത്. ഇനി ആ ആദ്യഘട്ടത്തിൽ അവിടെ എന്തെല്ലാമാണ് ഒരുക്കിയിരിക്കുന്നത്? കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്ക്, അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോതെറാപ്പി ബ്ലോക്ക്, പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്. ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക് ഇതൊക്കെയാണ് ഒന്നാം ഘട്ടത്തിൽ ലഭിക്കുന്ന സേവനങ്ങൾ. ഇനി അടുത്ത ഇതിലേക്ക് വരാം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകാനുള്ള ഫോസ്റ്റർ കെയർ ഹോം, 18-ന് മുകളിൽ പ്രായമുള്ളവർക്ക് താമസിക്കാൻ കഴിയുന്ന അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൽട്സ്, ഭിന്നശേഷിയുള്ളവർക്ക് പെട്ടെന്നുള്ള താമസ സൗകര്യവും പുതിയ ആൾക്കാരുമായുള്ള സമ്പർക്കവും ഒഴിവാക്കാനുള്ള ഹാഫ് വേ ഹോംസ് ഫോർ അസിസ്റ്റിംഗ് ലിവിംഗ് ഫോർ അഡൽട്സ്, സ്വയം ചലിക്കാൻ സഹായിക്കാത്തവർക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ
ടോട്ടലി ബഡ് റിഡൻ എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ ഉൾപ്പെട്ടതാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്നത്. ഈ 4 ഘട്ടങ്ങൾക്ക് ഉൾപ്പെട്ടതാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാമാണ് പറഞ്ഞത്? ഒന്ന് 18 വയസ്സിന് താഴെ, ഒന്ന് നമ്മൾ പറഞ്ഞെന്താണ്, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രത്യേക പരിചരണം നൽകാനുള്ള ഫോസ്റ്റർ കെയർ ഹോം. പിന്നെ 18-ന് മുകളിൽ പ്രായമുള്ളവർക്ക് താമസിക്കാൻ കഴിയുന്ന അസിസ്റ്റീവ് ലിവിംഗ് ഫോർ അഡൽട്സ്. പിന്നെ ഭിന്നശേഷിയുള്ളവർക്ക് പെട്ടെന്നുള്ള താമസ സൗകര്യവും പുതിയ ആൾക്കാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനുള്ള ഹാഫ് വേ ഹോംസ് ഫോർ അസിസ്റ്റിംഗ് ലിവിംഗ് ഫോർ അഡൽട്സ്. പിന്നെ സ്വയം ചലിക്കാൻ സാധിക്കാത്തവർക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ഹൈ ഡിപ്പെൻഡൻസി കെയർ ഫോർ ടോട്ടലി ബഡ് റിഡൻ എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ ഉൾപ്പെട്ടതാണ് ഇത് നമ്മളിവിടെ പരിചയപ്പെട്ട എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി. ഇനി അടുക്കള, റീക്രിയേഷൻ റൂം, ലൈബ്രറി, വൊക്കേഷണൽ ഫെസിലിറ്റി, പൂന്തോട്ടം, ഫിസിയോതെറാപ്പി സെന്റർ, ജോബ് കോച്ച് സെന്റർ എന്നീ സൗകര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഭിന്നശേഷി വിഭാഗക്കാരുടെ പ്രത്യേകതകളും ആവശ്യങ്ങളും കണക്കിലെടുത്താകും പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ വിപുലീകരണം ഉൾപ്പെട്ട 2ാം ഘട്ടം. ഇനി ഭിന്നശേഷി നേരത്തെ കണ്ടെത്തി ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് സഹായകമായിട്ടുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ 2ാം ഘട്ടത്തിൽ ആരംഭിക്കുമെന്നും കൂടെ പറയുന്നുണ്ട്. എൻഡോസൾഫാൻ ഇരകൾക്ക് എല്ലാ തരത്തിലുള്ള തെറാപ്പി സൗകര്യവും പിന്തുണാ സംവിധാനങ്ങളും പുനരധിവാസ ഗ്രാമം പൂർത്തീകരിക്കുന്നതിലൂടെ സാധ്യമാവും. ഇപ്പൊ എൻഡോസൾഫാൻ ഇരകൾക്ക് എല്ലാ തരത്തിലുള്ള തെറാപ്പി സൗകര്യം, അതുപോലെ പിന്തുണാ സംവിധാനങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പുനരധിവാസ ഗ്രാമം പദ്ധതി പൂർത്തീകരിക്കുന്നതിലൂടെ സാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സഹജീവനം, സ്നേഹഗ്രാമം, എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത പദ്ധതി നമ്മൾ പഠിക്കാൻ പോകുന്ന കലാകായിക രംഗത്ത് മികവ് പുലർത്തുന്നവർക്കായിട്ടുള്ള ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി. ഇപ്പൊ കലാകായിക മേഖലയിൽ മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്കായിട്ട് ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കലാകായിക രംഗത്ത് മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്കായിട്ട് ശ്രേഷ്ഠം പദ്ധതി. ഭിന്നശേഷിക്കാരായ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് അക്ഷരം പ്രവർത്തിച്ചു വരുന്നു. RPWD ആക്ട് 2060 ചാപ്റ്റർ 3 സെക്ഷൻ 16 പ്രകാരം ഭിന്നശേഷിക്കാർക്ക് കലാകായിക രംഗങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുന്നതിനായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ അഭിരുചിയും പ്രാവീണ്യവുമുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അവരുടെ കഴിവ് അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം നേടുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ പറയുന്ന ഭിന്നശേഷിക്കാർക്ക്, കലാ കായിക മേഖലയിലൊക്കെ പ്രാവീണ്യമൊക്കെ തെളിയിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് അവരുടെ കഴിവ് അതുപോലെ തന്നെ കായികക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാജ്യത്തെയോ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനം നേടുന്നതിന് ഒരു ധനസഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് എന്ത്, ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതി. കലാ കായിക ഇനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഭിന്നശേഷിക്കാരുടെ ഉന്നമനമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഭിന്നശേഷിത്വം കാരണം സ്വന്തം കഴിവുകൾ, അഭിരുചികൾ എന്നിവ വികസിപ്പിക്കാൻ ബാധിക്കാതെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന അവസ്ഥ ഒഴിവാക്കി മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അവരെ സമൂഹത്തിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പൊ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് വെക്കുന്നത് സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ചേർന്നിട്ട്. അപ്പൊ ഇവർക്കൊരു ധനസഹായം കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാത്രമേ ഭിന്നശേഷിക്കാരുടെ പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത കലാകായിക രംഗങ്ങളിൽ അഭിരുചിയുള്ളവർക്ക് രാജ്യത്തിനകത്തുള്ള പ്രസ്തുത സ്ഥാപനങ്ങളിൽ പരിശീലനം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഈ ഒരു ജില്ലയിലെ കലാമേഖലയിൽ നിന്നുള്ള 5 പേർക്കും, പ്രത്യേകം എടുത്തു പറയുന്നു, ഒരു ജില്ല എടുക്കുന്നു, അവിടെ കലാമേഖലയിൽ നിന്നുള്ള 5 പേരെ എടുക്കുന്നു, അതേപോലെ തന്നെ കായിക മേഖലയിൽ നിന്നുള്ള 5 പേർക്കുമാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് മൊത്തം. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് കലാകായിക മേഖലയിൽ നിന്ന് 10 പേർക്ക്, അങ്ങനെ ഓരോരുത്തർക്കും 10,000 രൂപ വീതം എന്ത് കൊടുക്കും, ധനസഹായം കൊടുക്കും. ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് 10,000 രൂപ വീതം ധനസഹായം കൊടുക്കുന്നു. അതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ 5 പേര് 5 പേര് കലാകായിക മേഖലയിൽ ഓരോ ജില്ലയിലും ഓരോരുത്തർക്ക് ഈ പറയുന്ന 10,000 രൂപ വീതമാണ് ഈ ഒരു ധനസഹായം കൊടുക്കുന്നത്. ഇനി ഈ ലക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കലാകായിക മികവ് ഉണ്ടെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം താങ്കളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് കഴിയാതെ അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാർക്ക് താങ്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും അതിലുള്ള സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ഇനി മാനദണ്ഡങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ്. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ശ്രേഷ്ഠം പദ്ധതിയിൽ അപേക്ഷിക്കുന്ന അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കുക. അപേക്ഷകൻ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം നേടുന്നവരായിരിക്കണം. അപ്പൊ നിലവിലെ നേടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി അടുത്ത സംസ്ഥാന ദേശീയതല മത്സരങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടവരായിരിക്കണം. ഈ കായിക മേഖല ആയിക്കോട്ടെ, കലാമേഖല ആയിക്കോട്ടെ, സംസ്ഥാന ദേശീയതല മത്സരങ്ങളിലൊക്കെ ഇവരെന്തിരിക്കണം, ശ്രദ്ധിക്കപ്പെട്ടവരായിരിക്കണം. ഇനി സാമ്പത്തിക ശേഷി കുറഞ്ഞവരും 40% അതിനു മുകളിലും ഭിന്നശേഷിയുള്ളവരുമായിട്ടുള്ള RPWD ആക്ട് അനുശാസിക്കുന്ന എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു, 1,00,000 രൂപയിൽ കവിയാൻ പാടില്ല, അത് ഓർത്തിരിക്കുക. അപേക്ഷകർക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെയും കലാകായിക രംഗത്തെ മികവിന്റെയും അടിസ്ഥാനത്തിൽ ആനുകൂല്യം അനുവദിക്കുന്നു. അപ്പോൾ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിന്റെയും അതുപോലെ കലാകായിക രംഗത്തെ മികവിന്റെ ഒക്കെ അടിസ്ഥാനം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇവർക്ക് എന്ത് കിട്ടുക, ആനുകൂല്യം കിട്ടുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ജില്ലയിലെ കലാകായിക മേഖലയിൽ 5 വീതമാണ്, അങ്ങനെ 10 പേരാണ്. അപ്പൊ അത് കിട്ടുന്നത് ഇതിന്റെയൊക്കെ മാനദണ്ഡമൊക്കെ നോക്കിക്കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള പൂരിപ്പിച്ച അപേക്ഷ നിഷ്കർഷിച്ച രേഖകൾ സഹിതം ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് സമർപ്പിക്കുക. സാമൂഹ്യനീതി ഓഫീസർക്കാണ് അപേക്ഷയൊക്കെ സമർപ്പിക്കേണ്ടത്, സാമൂഹ്യനീതി ഓഫീസർക്ക്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക്. അപ്പൊ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദ്ധതി പഠിച്ചു, ശ്രേഷ്ഠം എന്നതാണ് പദ്ധതിയുടെ പേര്. ഇനി നമ്മൾ അടുത്ത പദ്ധതിയിലേക്ക് വരികയാണ്. നമ്മുടെ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ എന്നതാണ് അടുത്തത് നൽകിയിരിക്കുന്നത്. എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ സഹജീവനം സ്നേഹഗ്രാമം, എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്ന് പറയുന്ന ഒന്ന് പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങളാണ്. എന്താണ് നമുക്കൊന്ന് നോക്കാം. സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ. COVID-19 മഹാമാരി കാരണം വീടുകളിൽ തന്നെ അടച്ചു കഴിയേണ്ടി വന്ന ഭിന്നശേഷിക്കാരും അവരെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായും പലപ്പോഴും ഇത് ആക്രമണങ്ങളിലേക്കും സ്വഭാവ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നതായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വാതിൽപ്പടി സേവനം ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇവർക്ക് മാനസിക പിന്തുണയും ആവശ്യ സേവനങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലും ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലും എന്ത് ചെയ്തിരിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാർ വകുപ്പുകളായ വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, വനിതാ ശിശു വികസനം എന്നിവയുടെ സഹകരണത്തോടും ഏകോപനത്തോടും കൂടി ആണ് സാമൂഹ്യനീതി വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്, COVID-19 മഹാമാരി കാരണം വീടുകളിൽ തന്നെ അടച്ചു കഴിയേണ്ടി വന്ന ഭിന്നശേഷിക്കാരും അവരെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായും പലപ്പോഴും ഇത് ആക്രമണങ്ങളിലേക്കും സ്വഭാവ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നതായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സർക്കാരിന്റെ വാതിൽപ്പടി സേവനം ഭിന്നശേഷിക്കാർക്ക് ലഭ്യമാകുന്നത് ഉറപ്പുവരുത്തുന്നതിനും ഇവർക്ക് മാനസിക പിന്തുണയും ആവശ്യ സേവനങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എന്ത് തുടങ്ങിയിരിക്കുന്നത്, സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലും ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ വകുപ്പുകളായ വിദ്യാഭ്യാസം, അതേപോലെ സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ആരോഗ്യവകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് സാമൂഹ്യനീതി വകുപ്പ് നമ്മുടെ ഈ പറയുന്ന സർക്കാരൊക്കെ ചേർന്നിട്ട് ഈ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന സഹജീവനം എന്ന് പറയുന്ന ഈ ഒരു ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലുമായിട്ട് നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, സഹജീവനം ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി സംസ്ഥാനത്തെ നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂൾ, ബഡ്സ് സ്കൂൾ, സമഗ്ര ശിക്ഷ കേരളയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവരെ വോളണ്ടിയർമാരായിട്ട് തെരഞ്ഞെടുത്ത് എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയിലേക്ക് സ്ഥലത്തിനായി എത്തിയ 3000-ഓളം വോളണ്ടിയർമാരെ ഇതിനായിട്ട് പരിശീലനം നൽകി ഹാജരാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് സഹജീവനം എന്ന് പറയുന്ന ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങളാണ്. സഹജീവനം എന്ന് പറയുന്ന ഭിന്നശേഷി സഹായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അടുത്തത് ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് സ്നേഹയാനം പദ്ധതി. സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതിയാണ്. അവിടെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയൊക്കെ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉപജീവന മാർഗം ഇല്ലാത്ത ഈ ഭിന്നശേഷിക്കാരെ നോക്കുന്ന ചില കാറ്റഗറി പറയുന്നുണ്ട്, അവരെ നോക്കുന്ന അമ്മമാർക്ക് ഉപജീവനത്തിനായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ഉപജീവനത്തിന് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി. ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കുക, ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് സ്നേഹയാനം പദ്ധതി. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ ബാധിച്ചവരുടെ പരിചരണവും പുനരധിവാസവും മറ്റു ഭിന്നശേഷിക്കാരെ അപേക്ഷിച്ച് പ്രയാസകരമാണ്. ഇവരിൽ ഭൂരിഭാഗവും പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരാണ്. ഇത്തരം കുടുംബങ്ങളിൽ പ്രധാനമായും അമ്മമാരാണ് ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. പല കുടുംബങ്ങളിലും കുടുംബനാഥയും ഇവരായിരിക്കും. കാരണം പലരും എന്താണ്, കുട്ടികളുടെ അച്ഛൻ ഉപേക്ഷിച്ചവരോ വിധവകളോ മറ്റു വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവരോ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടുന്ന ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ ബാധിച്ചവരുടെ പരിചരണവും പുനരധിവാസവും മറ്റു ഭിന്നശേഷിക്കാരെ അപേക്ഷിച്ച് പ്രയാസകരമാണ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ഓട്ടിസം, സെറിബ്രൽ പാൾസി,
അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പദ്ധതി വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കണം. അതായത് ഈ പറയുന്ന കുടുംബനാഥ എന്ന് പറയുന്നത്, അതായത് ഇവരെ സംരക്ഷിക്കുന്ന ഇവരുടെ അമ്മ എന്ന് പറയുന്നത് വിധവയായിരിക്കാം, ചിലപ്പോൾ ഇവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി എന്തെല്ലാമാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത്തരം ഭിന്നശേഷിക്കാരുടെ നിർധനരായ അമ്മമാർക്ക് സ്ഥിരമായ ഒരു ഉപജീവനം കണ്ടെത്തുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് മുഖേന സ്നേഹയാനം എന്ന പദ്ധതി പ്രകാരം സൗജന്യമായിട്ട് എന്ത് കൊടുക്കും? ഇലക്ട്രിക് ഓട്ടോ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിൽ 2 ഗുണഭോക്താക്കളെ കണ്ടെത്തി വാഹനം നൽകുന്നു. അപ്പൊ 2 പേർക്കാണ് ഓരോ ജില്ലയിലും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതിയുടെ ഇലക്ട്രിക് ഓട്ടോയാണ് നൽകുന്നത്. ഒരു ഉപജീവനം, സ്ഥിരമായിട്ടുള്ള ഒരു ഉപജീവനം ഇവർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇതിന്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ റേഷൻ കാർഡിന്റെ പകർപ്പ്, അപേക്ഷയുടെ ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, ഭർത്താവ് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ വിധവയാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ, വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം, 3 വീലർ ലൈസൻസിന്റെ പകർപ്പ്, മകൾ അല്ലെങ്കിൽ മകളുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പൊക്കെ കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഓർക്കേണ്ടത് ഇതിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപേക്ഷ നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബാഹുവൈകല്യം എന്നിവ ബാധിച്ചവരുടെ അമ്മയായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ നൽകിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു പദ്ധതി പ്രകാരം, സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അപേക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ അപേക്ഷക എന്ന് പറയുന്നത് നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബഹുവൈകല്യം ബാധിച്ചവരുടെ അമ്മയായിരിക്കണം. കൃത്യമായിട്ട് എടുത്തു പറയുന്നു, അമ്മയായിരിക്കണം. അടുത്തതോ, മുൻഗണന ആർക്ക് കൊടുക്കും? BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇത് ലഭിക്കുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കണം ഇത് ലഭിക്കേണ്ടത്. അതായത് BPL വിഭാഗക്കാരായിരിക്കണം ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. ഇനി ഭർത്താവ് ഉപേക്ഷിച്ചവരോ വിധവകളോ നിയമപരമായി ബന്ധം വേർപെട്ടവരോ ആയിരിക്കണം. ചിലപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചവരായിരിക്കാം, വിധവയായിരിക്കാം, നിയമപരമായിട്ട് ബന്ധം വേർപെട്ടവരായിരിക്കാം. അതാണ് അടുത്ത ഒരു കണ്ടീഷൻ. അങ്ങനെയുള്ളവരാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് അപേക്ഷിക്കേണ്ടത്. പിന്നെ പ്രായം കൃത്യമായി പറയുന്നു, 55 വയസ്സോ അതിൽ താഴെയോ. പിന്നെ 3 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവര് ഓട്ടോറിക്ഷയാണല്ലോ കൊടുക്കുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി അനുവദിക്കുന്ന ഇലക്ട്രിക് ഓട്ടോ മറിച്ചു വിൽക്കാനോ പണയപ്പെടുത്താനോ പറ്റില്ല. മറ്റൊരു കണ്ടീഷൻ പറയുന്നത് വാഹനത്തിന് ടാക്സ്, ഇൻഷുറൻസ് എന്നിവ ഈ ആർക്കാണോ ലഭിക്കുന്നത് അയാൾ തന്നെ അടയ്ക്കേണ്ടതാണെന്നും കൂടെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. 55 വയസ്സ് ഓർത്തിരിക്കണം. പിന്നെ അടുത്ത പറയുന്നത് മുൻഗണന BPL കാർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചവരോ വിധവകളോ നിയമപരമായിട്ട് ബന്ധം ഏർപ്പെട്ടവരോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ കണ്ടീഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പിന്നെ അമ്മമാരായിരിക്കണമെന്ന് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അവിടെ പറഞ്ഞ കണ്ടീഷൻ, അപേക്ഷ നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബഹുവൈകല്യം എന്നിവ ബാധിച്ചവരുടെ അമ്മമാരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട്, സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഈ പറയുന്ന നമ്മളിവിടെ ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്ത പദ്ധതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതി പരിചയപ്പെടുന്നു, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം. 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്നു. പദ്ധതിയിൽ ചേരുന്നതിന് BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടയ്ക്കണം. കേരളത്തിൽ ഈ പ്രീമിയം തുക സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് നോഡൽ ഏജൻസി സെന്റർ വഴി നൽകുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി കാലയളവ്. എല്ലാ വർഷവും പോളിസി പുതുക്കണം. പുതുക്കുന്നതിന് BPL വിഭാഗം 50 രൂപയും APL വിഭാഗം 250 രൂപയും പ്രീമിയം തുക അടയ്ക്കണം. ഈ തുകയും കേരളത്തിലെ സംസ്ഥാന സർക്കാർ തന്നെയാണ് അടയ്ക്കുന്നത്. രാജ്യത്തെ 1 ലക്ഷം പേർക്കാണ് നിരാമയ പദ്ധതിയിൽ അംഗങ്ങൾ ആകുന്നതിന് നാഷണൽ ട്രസ്റ്റ് അവസരം നൽകുന്നത്. ഇത് 49,685 പേരെ ചേർത്തുകൊണ്ട് കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. കേരളമാണ് 1ാം സ്ഥാനം നോക്കുക. അപ്പൊ അംഗങ്ങളുടെ എണ്ണമൊക്കെ മാറിയിട്ടുണ്ടാകും. കേരളമാണ് നിലവിൽ 1ാം സ്ഥാനം. അപ്പൊ എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്? ഇതും ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാനത്തെ അംഗപരിമിതരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിരാമയ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്, ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണെന്ന് ചോദിച്ചാൽ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. ഇതിന് പ്രീമിയം ഉണ്ടോ എന്ന് ചോദിച്ചാലോ, ഇൻഷുറൻസ് ആണല്ലോ, സ്വാഭാവികമായിട്ടും പ്രീമിയം ഉണ്ടായിരിക്കും. എത്ര രൂപയാണ്? BPL ആണെങ്കിൽ അവിടെ പ്രീമിയം പറയുന്നത് 250, APL ആണെങ്കിൽ 500 രൂപയാണ്. നിലവിൽ നമ്മുടെ കേരളത്തിൽ ഈ പ്രീമിയം ഈ ഉപഭോക്താക്കൾ അവര് ആണോ അത് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചാലോ, അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അത് സർക്കാർ കൊടുക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് 250 രൂപ 500 രൂപ ആര് കൊടുക്കും? നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ കൊടുക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കേരളത്തിൽ ഈ പ്രീമിയം തുക സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് നോഡൽ ഏജൻസി സെന്റർ വഴി അടയ്ക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഒരു പദ്ധതി കാലയളവ്, ഒരു പ്രീമിയം അടച്ചാൽ
ആ ഒരു സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി ഈ പോളിസി പുതുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം ചോദിച്ചാൽ BPL ആണെങ്കിൽ 50, APL ആണെങ്കിൽ 200. അതും ആര് കൊടുക്കുന്നുണ്ട്? സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പൈസ നമുക്ക് ചെലവില്ല, എല്ലാം സർക്കാർ തന്നെയാണ് വഹിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇവിടെ പറയുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏതാണ്, ഈ ഒരു ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനം തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് മറക്കരുത്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിയമപരമായ രക്ഷാകർതൃത്വം എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നിയമപരമായ രക്ഷാകർതൃത്വം എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കാം. കുട്ടിക്ക് 18 വയസ്സാകുന്നത് വരെ എല്ലാ രക്ഷിതാക്കളും അവരുടെ കുട്ടികളുടെ നിയമപരമായ രക്ഷകർത്താക്കളായിരിക്കും. നാഷണൽ ട്രസ്റ്റ് വൈകല്യമുള്ള ബുദ്ധിവൈകല്യം അല്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ബുദ്ധിവൈകല്യം വ്യക്തികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാലും നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് പ്രാപ്തരാണെന്ന് കരുതുന്നില്ല എന്ന കാര്യം ഓർക്കുക. ഒരു 18 വയസ്സ് വരെ ആണ് എന്ത് നമ്മുടെ രാജ്യത്ത് സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന അച്ഛൻ അമ്മ അവരെ എന്തെന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് അവർക്ക് സ്വയം പ്രാപ്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ പറയുന്ന ബുദ്ധി വൈകല്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി ബുദ്ധി വൈകല്യം ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 18 വയസ്സ് കഴിഞ്ഞാലും നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് പ്രാപ്തരാണെന്ന് കരുതുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഭിന്നശേഷി വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലേക്കായിട്ട് 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിന് എന്ത് ചെയ്തു? രൂപം നൽകി. അങ്ങനെ 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട് രൂപം നൽകിയപ്പോൾ അതുവഴി നിയമപരമായ രക്ഷകർതൃത്വം നൽകാൻ നിയമമുണ്ടായി. ഇപ്പൊ എന്താണ് ഈ പറയുന്ന നിയമപരമായിട്ടുള്ള രക്ഷകർതൃത്വം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അവിടെ വരികയാണ്. പ്രസ്തുത വ്യക്തികളുടെ സ്വത്ത് സംബന്ധമായി മറ്റുള്ള കാര്യങ്ങളിൽ അവരെ പ്രതിനിധീകരിക്കുന്നതിന് നിയമപരമായ രക്ഷകർതൃത്വം അനുവദിച്ചു നൽകേണ്ടിയിരിക്കുന്നു. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള നാഷണൽ ട്രസ്റ്റിന്റെ ലോക്കൽ ലെവൽ കമ്മിറ്റിക്കാണ് ഇത് നൽകുന്നതിനുള്ള അധികാരം. അപ്പൊ നിയമപരമായിട്ടുള്ള രക്ഷകർതൃത്വം നൽകുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് അത് ജില്ലാ കളക്ടർ ചെയർമാനായിട്ട് വരുന്ന ഒരു നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് നിയമപരമായ രക്ഷകർതൃത്വം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഐഡിയ ഇവിടെ നമുക്ക് വേണം. കാരണം ചിലപ്പോൾ ഇതിനുള്ളിൽ നിന്നൊക്കെ എടുത്ത് നമ്മുടെ ടോപ്പിക്കിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആക്ടിലൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ വേണമെങ്കിൽ ഇത് എടുത്തുവാണെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. പ്രത്യാശ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രത്യാശ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനായി ബന്ധപ്പെട്ട ആകെ 31 പുനരധിവാസ സ്ഥാപനങ്ങൾ സാമൂഹിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ട് ആകെ എന്താണ് 31 പുനരധിവാസ സ്ഥാപനങ്ങൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് ഈ 31 എന്ന് പറയുന്നത്. കൂടാതെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഏകദേശം 239 സർക്കാരിതര പുനരധിവാസ സ്ഥാപനങ്ങളും സംസ്ഥാനത്തുണ്ട്. അനാഥരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയിട്ടുള്ള കുട്ടികൾ, ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള കുട്ടികൾ, അതുപോലെ വയോജനങ്ങൾ, അതേപോലെ അഗതികൾ, ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, മനോദൗർബല്യമുള്ളവർ എന്നിവരെ നിരവധി പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ താമസിച്ചു വരുന്നു. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇവർ താമസിച്ചു വരുന്നു. ഈ സ്ഥാപനങ്ങളിൽ OCBയുടെ രജിസ്ട്രേഷനോടുകൂടി സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ഗ്രാന്റ് കൈപ്പറ്റുന്ന 120ഓളം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലും ഈ സ്ഥാപനങ്ങൾ മുകളിൽ പരിചയപ്പെട്ട സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ OCBയുടെ രജിസ്ട്രേഷനോട് കൂടിയിട്ട് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ഗ്രാന്റ് കൈപ്പറ്റുന്ന 120ഓളം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലുമായിട്ട് വകുപ്പിന്റെ 31 ക്ഷേമ സ്ഥാപനങ്ങളിലും അന്യ സംസ്ഥാനക്കാരായ താമസക്കാരുമുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ എന്താണ് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ഇവിടെ വന്നു വിട്ടുപോയ അന്യ സംസ്ഥാനക്കാരും ഇതിൽ ഉണ്ട് എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കേണ്ടത്. കാരണം അവരുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു പദ്ധതി. അന്യ സംസ്ഥാനക്കാരുമായി ബന്ധപ്പെട്ടത് ഇവിടെ വന്നിട്ടുള്ള ഈ സ്ഥാപനത്തിലുള്ള അന്യ സംസ്ഥാനക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? അത്തരത്തിലുള്ള വ്യക്തികളെ, ഈ അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള വ്യക്തികളെ സ്വന്തം സംസ്ഥാനത്ത് എത്തിക്കുകയോ അവരുടെ കുടുംബങ്ങളുമായോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യേണ്ടത് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇവരെ എന്ത് ചെയ്യണം? സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കണം, അവിടെയുള്ള ഇവരുടെ കുടുംബങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കണം. അതെന്താണ്? ഈ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. നിലവിൽ സംസ്ഥാന സൂപ്രണ്ടിന്റെയോ സന്നദ്ധരായ വ്യക്തികളുടെയോ സഹകരണത്താൽ അന്യ സംസ്ഥാനക്കാരായവരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ സർക്കാർ ഉത്തരവിന് വിധേയമായാണ് നടപടി സ്വീകരിക്കുന്നത്. അപ്പൊ എന്താണ്? നിലവില് ഈ പറയുന്നവരെ അവരുടെ അന്യ സംസ്ഥാനത്ത് എത്തിക്കണം, അവരുടെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കണം, അവരെ കുടുംബത്തോടൊപ്പം അവരെ ചേർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നിലവിൽ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. നിലവിൽ സംസ്ഥാന
നിലവിൽ സ്ഥാപന സൂപ്രണ്ടിന്റെയോ, ആ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനത്തിന്റെ സൂപ്രണ്ടിന്റെയോ അല്ലെങ്കിൽ സന്നദ്ധരായ വ്യക്തികളുടെയോ സഹകരണത്താൽ, ആ സ്ഥാപനത്തിന്റെ സൂപ്രണ്ടിന്റെയോ സന്നദ്ധരായ വ്യക്തികളുടെയോ സഹകരണത്താൽ അന്യ സംസ്ഥാനക്കാരായവരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ സർക്കാർ ഉത്തരവിന് വിധേയമായാണ് നടപടി സ്വീകരിക്കുന്നത്. സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന് വിധേയമായിട്ടാണ് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ സൂപ്രണ്ടിന്റെയോ സന്നദ്ധരായിട്ടുള്ള വ്യക്തികളുടെയോ സഹകരണത്താൽ ഇവരെ അവരുടേതായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. ഈ മേഖലയിൽ പരിജ്ഞാനമുള്ളവരെ ഉൾപ്പെടുത്തി അന്യ സംസ്ഥാനക്കാരായ താമസക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, അവിടെ വന്നുപെട്ടിട്ടുള്ള ആ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള ചില അന്യ സംസ്ഥാനക്കാരുണ്ട്. അവരെ എന്ത് ചെയ്യണം, സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തുക അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക. അതുമായി ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ അവർക്കൊരു പ്രത്യാശ കൊടുക്കുക, സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തും, സ്വന്തം കുടുംബമായിട്ട് അവർക്ക് വീണ്ടും യോജിക്കാം എന്നൊരു തരത്തിലുള്ള ഒരു പ്രത്യാശ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന്റെ കുറച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം വളരെ വേഗത്തിൽ. ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം കൊടുത്തിരിക്കുന്നത് സാഹചര്യങ്ങളാൽ സ്വന്തം സംസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നവർക്ക് സ്വന്തം സംസ്ഥാനത്ത് ജീവിക്കാനുള്ളതോ സ്വന്തം ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ജീവിക്കാനുള്ളതോ ആയ സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അടുത്ത ലക്ഷ്യം പറയുന്നത് സ്ഥാപനത്തിലെ താമസക്കാർക്ക് കുടുംബജീവിത സാഹചര്യം സാധ്യമാക്കുക. അവർക്ക് സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തി സ്വന്തം കുടുംബവുമായിട്ട് യോജിക്കുക വഴി കുടുംബജീവിത സാഹചര്യം സാധ്യമാക്കുക. അടുത്തത് എന്താണ്? അർഹരായ മറ്റ് താമസക്കാർക്ക് പുനരധിവാസ സ്ഥാപനത്തിൽ പ്രവേശനം സാധ്യമാക്കുക, പുനരധിവാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയവയ്ക്കാണ് ഇതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. ഈ പറയുന്ന നമ്മളിവിടെ പരിചയപ്പെട്ട പ്രത്യാശ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. താല്പര്യരായ എൻജിഒകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ച് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് റീജിയണൽ തലത്തിൽ ഒന്നോ അതിലധികമോ എൻജിഒ മുഖേന പദ്ധതി നടപ്പാക്കാവുന്നത്. അപ്പോൾ താല്പര്യരായിട്ടുള്ള എൻജിഒകളിൽ നിന്ന് അപേക്ഷകളൊക്കെ ക്ഷണിച്ചിട്ട് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് റീജിയണൽ തലത്തിൽ ഒന്നോ അതിലധികമോ എൻജിഒ മുഖേന പദ്ധതി നടപ്പാക്കാവുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ജില്ലകൾ തിരുവനന്തപുരം റീജിയന് കീഴിലും, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾ എറണാകുളം റീജിയന് കീഴിലും, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കോഴിക്കോട് റീജിയന് കീഴിലും ഉൾപ്പെടുന്നതാണ്. ആദ്യഘട്ടത്തിലാകെ 100 പേരുടെ ബജറ്റ് തയ്യാറാക്കി പ്രൊജക്ട് നടപ്പാക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 100 പേര്. ഓരോ പുനരധിവാസ സ്ഥാപനത്തിലെയും അന്യ സംസ്ഥാനക്കാരായവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. റീജിയണൽ തലത്തിൽ തരംതിരിച്ച് ബന്ധപ്പെട്ട എൻജിഒയ്ക്ക് കൈമാറാവുന്നതാണ്. ഓരോ പുനരധിവാസ സ്ഥാപനങ്ങളിലെയും അന്യ സംസ്ഥാനക്കാരായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് റീജിയണൽ തലത്തിൽ തരംതിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെട്ട എൻജിഒയ്ക്ക് കൈമാറാവുന്നതാണ്. ബന്ധപ്പെട്ട എൻജിഒ സോഷ്യൽ വർക്കറുടെയും ഭാഷാ സഹായികളുടെയും സഹായത്താൽ ടി വ്യക്തികളുടെ സ്വന്തം സംസ്ഥാനം, ദേശം കണ്ടെത്തുകയും സംസ്ഥാനത്തെ ബന്ധപ്പെട്ട ജില്ലയിലെ ജില്ലാ പ്രൊമോഷൻ ഓഫീസറുമായി ചർച്ച ചെയ്ത് വ്യക്തിയെ അവരുടെ ബന്ധുക്കളോ മറ്റ് സർക്കാരിതര സ്ഥാപനങ്ങളിലോ സ്വീകരിക്കുന്നതിനുള്ള സമ്മതപത്രം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇനി അപ്രകാരം ലഭിക്കുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ജില്ലാതല കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ജില്ലാ കളക്ടർ തലത്തിൽ വ്യക്തിയെ കൈമാറുന്നതിനുള്ള അനുമതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ്. ഈ വ്യക്തിയെ അവരവരുടെ സംസ്ഥാനത്തേക്ക് പുനരധിവസിക്കുന്നതിന് ആവശ്യമായി വരുന്ന തുകയും ജില്ലാതല കമ്മിറ്റി ശുപാർശ ചെയ്യേണ്ടതാണ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അപ്രകാരം ലഭ്യമാക്കുന്ന സമ്മതപത്രം, ഇപ്പം മുകളിൽ സമ്മതപത്രം കിട്ടി, അങ്ങോട്ട് കൊണ്ടുവരാൻ പ്രശ്നമില്ല എന്ന തരത്തിലുള്ള സമ്മതപത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അപ്രകാരം ലഭിക്കുന്ന സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എന്ത് ചെയ്യും? ജില്ലാതല കമ്മിറ്റി വിളിച്ചു ചേർക്കും. ആരാ വിളിച്ചു ചേർക്കുന്നത്? ജില്ലാ സാമൂഹ്യനീതി ഓഫീസറാണ് ജില്ലാതല കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത്. അപ്പൊ ജില്ലാതല കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നു. അങ്ങനെ ജില്ലാ കളക്ടർ തലത്തിൽ വ്യക്തിയെ കൈമാറുന്നതിനുള്ള അനുമതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ തലപ്പത്ത് വരുന്ന ആരാണ്? ചെയർമാനായിട്ട് വരുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിലായിരിക്കും ഇതിന്റെ ഉത്തരവ് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിക്കുന്നത്. ഒരു വ്യക്തിയെ അവരുടെ സംസ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കുന്ന ആവശ്യമായി വരുന്ന തുകയും ജില്ലാതല കമ്മിറ്റി എന്ത് ചെയ്യണം? ശുപാർശ ചെയ്യണമെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഉത്തരവ് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭ്യമാക്കുന്നു. എന്നിട്ട് ഇത് അങ്ങോട്ട് കൊടുക്കും, സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കും. സംസ്ഥാന കമ്മിറ്റി അടിയന്തര യോഗം കൂടി അന്തർ സംസ്ഥാന കൈമാറ്റത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ബന്ധപ്പെട്ട സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പ് മേധാവിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഇപ്പൊ എങ്ങോട്ട് എത്തിയിട്ടുണ്ട്? ഈ ഉത്തരവ് നമ്മുടെ ജില്ലാ കളക്ടറൊക്കെ പുറപ്പെടുവിച്ച ആ ഒരു ഉത്തരവ് ഉണ്ടല്ലോ, അത് നേരെ എങ്ങോട്ട് എത്തി? സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തി. സംസ്ഥാന കമ്മിറ്റി എന്ത് ചെയ്യും? അടിയന്തര യോഗം കൂടി അന്തർ സംസ്ഥാന കൈമാറ്റത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കും. എന്നിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനത്തെ, ഏത് സംസ്ഥാനത്തേക്കാണോ കൈമാറുന്നത് അവിടുത്തെ സാമൂഹ്യനീതി വകുപ്പ് മേധാവിയെ രേഖാമൂലം എന്ത് ചെയ്യും? ഇത് അറിയിക്കും. ഇനി അടുത്തത് ഉത്തരവ് സഹിതം വ്യക്തിയെ കൈമാറുന്നതിനുള്ള നടപടി എൻജിഒ തലത്തിൽ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? കൈമാറുന്നതിനുള്ള നടപടി ആരും സ്വീകരിക്കും? എൻജിഒ തലത്തിൽ സ്വീകരിക്കും. പദ്ധതി നടപ്പാക്കൽ നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനും ജില്ലാ തലത്തിലും അന്യ സംസ്ഥാന മേധാവികളുമായി നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ വിലയിരുത്തുന്നതിനുമായിട്ട് സംസ്ഥാന തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാവുന്നതാണ്. കമ്മിറ്റിയിൽ ചുവടെ ചേർന്നിട്ടുള്ളവരെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ പദ്ധതി നടപ്പാക്കാൻ നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനും ജില്ലാ തലത്തിലും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന മേധാവികളുമായി നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ വിലയിരുത്തുന്നതിനും ഒക്കെയായിട്ട്
നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സംസ്ഥാന തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണം. അപ്പോൾ ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളെ മായിട്ട് ബന്ധപ്പെട്ട കത്തിടപാടൊക്കെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന തലത്തിൽ എന്തുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജില്ലാ തലത്തിൽ നേരെ സംസ്ഥാനത്തിലേക്ക് അയച്ചു, അവരത് ഉത്തരവ് ഉറപ്പിച്ചിട്ട് അന്യ സംസ്ഥാനത്തെ സാമൂഹിക വകുപ്പുമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ ജില്ലാ തലത്തിലുള്ള കമ്മിറ്റിയിൽ നമുക്ക് ഓർത്തിരിക്കുക, ഇത്രയും ആൾക്കാരുണ്ട്. അതിൽ ജില്ലാ കളക്ടറാണ് ചെയർമാൻ, അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പാണ്. ഇത് വിളിച്ചു ചേർക്കുന്നത്, യോഗക്ക് വിളിച്ചു ചേർക്കുന്നത് ഈ പറയുന്ന നമ്മുടെ സാമൂഹ്യനീതി ഓഫീസറാണ്. നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അദ്ദേഹമാണ് എന്ത്, അതിന്റെ കൺവീനർ എന്ന കാര്യം ഓർക്കുക. പിന്നെ അതിൽ കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ട്. ജില്ലാ പ്രൊബേഷൻ ഓഫീസറുണ്ട്, ബന്ധപ്പെട്ട സ്ഥാപന സൂപ്രണ്ടുമാരുണ്ട്, DLSA പ്രതിനിധിയുണ്ട്, ആരോഗ്യ വകുപ്പ് പ്രതിനിധിയുണ്ട്, പോലീസ് വകുപ്പ് പ്രതിനിധിയുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട NGO പ്രതിനിധി, OCBയുടെ ജില്ലാതല പ്രതിനിധി, റെയിൽവേ പ്രതിനിധിയൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് അതിന്റെ ചെയർമാൻ ആണെന്ന് നിർദ്ദേശിക്കുക, ജില്ലാ കളക്ടറാണ്. അതിന്റെ കൺവീനർ ആണെന്ന് വെച്ചാൽ ആരാണ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസറാണ്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസറാണ്. ഇനി സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ സാമൂഹ്യനീതി ഡയറക്ടർ, OCB മെമ്പർ സെക്രട്ടറി, പോലീസ് വകുപ്പ് പ്രതിനിധി, മാനസികാരോഗ്യ മേഖല വിദഗ്ധരൊക്കെ ഉടങ്ങുന്ന ഒരു 4 പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മളിവിടെ അറിയേണ്ടത്. അപ്പൊ സാമൂഹ്യനീതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന, കേരള സർക്കാരിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. പ്രത്യാശ എന്നതാണ് പദ്ധതിയുടെ പേര്. ഇനി അടുത്ത ഇതിലേക്ക് വരാം. അടുത്തതെന്ന് പറയുന്നത് ഇംപ്രസ്ഡ് മണി പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംപ്രസ്ഡ് മണി പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇംപ്രസ്ഡ് മണി പദ്ധതി സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥർക്കും അശരണർക്കും ആഹാരം, വസ്ത്രം, വൈദ്യസഹായം, മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ നൽകി അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥർ, അതുപോലെ അശരണർ, ആഹാരവും അതുപോലെ തന്നെ വസ്ത്രവും വൈദ്യസഹായവും മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവയൊക്കെ നൽകിയിട്ട് അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്ന പദ്ധതി. അർഹത നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുന്ന സേവനമായതിനാൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അനിവാര്യമെന്ന് ബോധ്യമാകുന്ന പക്ഷം ദാരിദ്ര്യരേഖാ പരിധി, റേഷൻ കാർഡ്, മറ്റു മാനദണ്ഡങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഒഴിവാക്കിയിട്ട് അടിയന്തര ഇടപെടലുകൾ നടത്താവുന്നതാണ്. ഇതൊന്നും അവിടെ പരിഗണിക്കേണ്ട. ഈ പറയുന്ന ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പറ്റും. ഇനി അടുത്തത് അടിയന്തര പ്രാഥമിക ശുശ്രൂഷ നൽകൽ, മരുന്നുകളും അനുബന്ധ ചികിത്സാ ചെലവുകളും, അടിയന്തര ശസ്ത്രക്രിയ, ലഘു ശസ്ത്രക്രിയകൾ, ആംബുലൻസ് സേവനം, യാത്രാ ചെലവ് എന്നിവയ്ക്ക് തുക ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിനിയോഗിക്കാൻ പറ്റും. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നവരെയും അലഞ്ഞുതിരിഞ്ഞ് കാണുന്നവരെയും സുരക്ഷിതമായ പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും ആയതിനു മുൻപായുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും ഭക്ഷണത്തിനും തുക വിനിയോഗിക്കാൻ പറ്റും. പ്രകൃതി ദുരന്തത്തിന് ഇരയാകുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം, ഭക്ഷണം എന്നിവ നൽകുന്നതിനും തുക വിനിയോഗിക്കാം. ആക്രമണം, മറ്റ് ഗുരുതര പൊള്ളലേൽക്കുക എന്നിവയ്ക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നതിന് തുക വിനിയോഗിക്കാം. അതുപോലെ ജീവനോ സ്വത്തിനോ അപകടമുള്ളതായി ശ്രദ്ധിക്കപ്പെട്ടാൽ അടിയന്തര പരിരക്ഷ നൽകുന്നതിനും പദ്ധതി മുഖേന സാധ്യമാകുന്നുണ്ട്. പ്രാഥമിക ചികിത്സ നൽകുന്നതിനും സ്വകാര്യ ആശുപത്രികളെയും സമീപിക്കാം. എന്നാൽ വിദഗ്ധ ചികിത്സ ശുപാർശ ചെയ്യുന്ന പക്ഷമായത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭ്യമാക്കണം. ആശുപത്രി ചികിത്സ ആവശ്യമുള്ള പക്ഷം പരിചാരകർ ആരുമില്ലാത്ത സാഹചര്യത്തിൽ രേഖാമൂലം കുടുംബശ്രീയിൽ നിന്നുള്ളവർ, തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവർ, സന്നദ്ധ സംഘടനയിൽ നിന്നുള്ളവർ, അംഗീകൃത ഏജൻസിയിൽ നിന്നുള്ളവർ എന്നിവരെ കെയർ ഗീവറായിട്ട് നിയോഗിക്കുന്നതിനും തുക വിനിയോഗിക്കാം എന്നാണ് പറയുന്നത്. അതായത് ആശുപത്രി ചികിത്സ ആവശ്യമുള്ള പക്ഷം പരിചാരകർ ആരുമില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ രേഖാമൂലം കുടുംബശ്രീയിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനയിൽ നിന്നുള്ളവരോ അംഗീകൃത ഏജൻസിയിൽ നിന്നുള്ളവരോ എന്ത് ചെയ്യാൻ പറ്റും, കെയർ ഗീവറായിട്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, നിയോഗിക്കാം. അതിന് അവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കേണ്ടി വരും. ആ തുകയും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വിനിയോഗിക്കാമെന്നാണ് പറയുന്നത്. കൂട്ടിരിപ്പുകാരെ നിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ദിവസങ്ങൾക്ക് കൂട്ടിരിപ്പുകാർക്ക് കുടുംബശ്രീ അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റോ 650 രൂപയോ പരമാവധി 12 മണിക്കൂർ സേവനത്തിനായിട്ട് ഏതാണ് കുറവ് അത് ദിവസവേതനത്തിനായിട്ട് അനുവദിക്കാവുന്നതാണ്. ഇൻപേഷ്യന്റ് ആയിട്ട് ചികിത്സ ലഭ്യമാക്കേണ്ട കേസുകൾ, അതായത് അടിയന്തര ചികിത്സ, ശസ്ത്രക്രിയ തുടങ്ങിയവ, കിടത്തി ചികിത്സ ആവശ്യമാണെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ദിവസങ്ങൾക്ക് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ വാടകയിൽ നിജപ്പെടുത്തിയും വാടക അനുവദിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്ന പദ്ധതി പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട അനാഥർക്കും അശരണർക്കും ആഹാരം, വസ്ത്രം, വൈദ്യസഹായം, മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ നൽകി അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്ന പദ്ധതി. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം പറഞ്ഞു പോയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വട്ടമെങ്കിലും നമ്മൾ വായിച്ചു പോയാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നതായിരിക്കും.